16ാം കേരള നിയമസഭയിലെ കൊച്ചി നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. കൊച്ചി നിയോജകമണ്ഡലത്തിലെ നല്ലവരായ വോട്ടർമാരോട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. വലിയ സവിശേഷതകളുള്ള, ചരിത്ര പ്രാധാന്യമുള്ള, പൗരാണികമായിട്ടുള്ള, ചരിത്ര ബന്ധങ്ങളുള്ള, ലോകത്തറിയപ്പെടുന്ന ഒരു നഗരമാണ് കൊച്ചി. ആ കൊച്ചി നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷങ്ങളും ഇക്കാലമത്രയും അവർ കൈവരിച്ച നേട്ടങ്ങളും അവരുടെ ആശകളും അവരുടെ സങ്കടങ്ങളും ഒക്കെ മാറ്റാൻ, അതിന് കൂടുതൽ കരുത്തേകാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കഠിനാധ്വാനം നടത്തുക എന്നുള്ളതാണ് വരുന്ന 5 വർഷക്കാലം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എൻ്റെ ദൗത്യം. ലോകത്തെ 50 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എടുത്താൽ അതിലൊന്ന് കൊച്ചിയാണ്, ഫോർട്ട് കൊച്ചിയാണ്. നിരവധിയായിട്ടുള്ള ചരിത്ര സ്മാരകങ്ങളുള്ള, പൈതൃകങ്ങളുള്ള, പ്രത്യേകിച്ചും കടലോര മേഖലകളിലുള്ള ബീച്ചുകളുള്ള, ഉൾനാടൻ ജലഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളടങ്ങുന്ന ഏറ്റവും ഗ്രാമീണ ഭംഗിയുള്ള പ്രദേശങ്ങളുള്ള ഒരു മണ്ഡലമാണ് കൊച്ചി. കൊച്ചിയുടെ ടൂറിസ്റ്റ് സാധ്യതകളെ കൂടുതൽ ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടി നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. 4 വശവും കടലാൽ ചുറ്റപ്പെട്ട, കായലാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് അതിൻ്റെ അനന്തമായ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി കൊച്ചിയുടെ വികസനത്തിന് ആ നാട്ടിലെ ജനങ്ങൾക്ക് ചെറിയ തൊഴിലവസരങ്ങൾ, സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയാവുന്ന രീതിയിലേക്കും അവരെ മാറ്റുക എന്നുള്ളത് കൂടി ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന് കടലോര മേഖലയാണ്. പുതിയ കാലഘട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുരിതമനുഭവിക്കുന്ന നിരവധി ജനങ്ങൾ ആ പ്രദേശത്തുണ്ട്. കടൽഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഒരുക്കലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 4 വശവും കടലും കായലും കൊണ്ട് ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടിയാണ്. ആ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ, കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പദ്ധതികൾ 25 വർഷക്കാലം മുൻകൂട്ടി കണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ദൗത്യങ്ങളും നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. കൊച്ചിയിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒരു വരവ് തന്നെ അടുത്ത കാലഘട്ടങ്ങളിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഒന്ന്, പുതിയ സർക്കാരിൻ്റെ സമുദ്രവുമായി ബന്ധപ്പെട്ടുള്ള വലിയ പദ്ധതികൾ വരികയാണ്. നമ്മുടെ പോർട്ടുകളുടെ സംയോജിതമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി കൊച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകളെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒന്നാണ്. അപ്പോൾ ആ പോർട്ടുകളുടെ സംയോജിത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്രൂസ് ഷിപ്പുകളും അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുതിയ കപ്പലുകളുമൊക്കെ എത്തിച്ചേരുമ്പോൾ 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളാണ് കൊച്ചിയിലേക്ക് കടന്നു വരുന്നത്. കൊച്ചിയിലേക്ക് നിന്ന് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിലേക്കുമൊക്കെ വരുന്ന ആളുകൾക്ക് എത്തിച്ചേരാൻ നമുക്കൊരു മെട്രോ റെയിൽ എന്നുള്ള നമ്മുടെ ഒരു സങ്കല്പം അത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടി നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും ഗതാഗത സഞ്ചാരം ഉൾപ്പെടെ അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയാവുന്ന, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക്, കൊച്ചിയുടെ അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലേക്ക് ആ മണ്ഡലത്തെ മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള രീതിയിൽ അത് നിർവഹിക്കാനുള്ള കഠിനാധ്വാനം നടത്തും എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.